കൊലപാതകം കോൺഗ്രസിന്റെ സ്വഭാവമാണ്. സ്വന്തം സ്വഭാവം അവര് പറയും. ആക്സിഡന്റ് സമൂഹത്തിലുണ്ടാവും. അതൊക്കെ രാഷ്ട്രീയത്തിലെ എന്താ പറയുക മൂല്യച്യുതിയുടെ ഭാഗമാണ്. ഏത് വിഷയം ഉണ്ടായാലും നമ്മുടെ നാട്ടിലത് ഒരു അപകടത്തെ അപകടമായി കാണുക, അപകടത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നല്ലാതെ ഒരു അപകടത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് സ്വന്തം രാഷ്ട്രീയം തകരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. KSEBയുടെ ലൈനിൽ നേരിട്ടുള്ള വൈദ്യുതി വന്നാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ KSEBയുടെ വലിയ വീഴ്ച ഉണ്ട് എന്നാണ് ഉത്തരവാദിത്തമെന്നാണ്. അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എന്തും പറയാം. ഇത് നമ്മൾ ഭയപ്പെടേണ്ട. ഇതൊരു ദുഃഖകരമായ കാര്യം. ആ ദുഃഖകരമായ കാര്യത്തിൽ നമ്മൾ ഈ ഉണ്ടായ ആളുകളോടുള്ള നമ്മുടെ സ്നേഹം, അത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത, ഉണ്ടായ സംഭവത്തിലുള്ള നമ്മുടെ വിഷമം, ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും രേഖപ്പെടുത്തുക. ഒരു ബസ് അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഇത്തരം അപകടങ്ങളുണ്ടായി, അതിനെ ഉടനെ രാഷ്ട്രീയമാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാം, അത് ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാം. അതൊക്കെ സാധാരണ അത് കോൺഗ്രസിന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ, UDFന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. ഈ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള വന്യജീവിയുടെ കടന്നുകയറ്റം തടയാൻ സർക്കാർ നിയമനിർമ്മാണമൊക്കെ മാറ്റണമെന്ന ആവശ്യമൊക്കെ ഉയർന്ന് സർക്കാരിന്റെ ഭാഗത്തിന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗവൺമെന്റല്ലേ, ഇത് കേരള സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല, കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയത്തില് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. തീരുമാനമെടുത്തതിന് ശേഷം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിനെ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് എന്നത് എല്ലായിടത്തുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ് മാർഗം. അതിനൊക്കെ നമ്മൾ രാഷ്ട്രീയമാക്കാൻ പാടില്ല. നമ്മൾ രാഷ്ട്രീയമായ ഒരു മൂല്യച്യുതി ഉണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുക. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി റോഡ് ഉപരോധമൊക്കെ നടക്കുകയാണ്. ആ അവസരത്തിൽ എങ്ങനെയാണ് ഇതൊരു മാൻ ആനിമൽ കോൺഫ്ലിക്ട് മാത്രമാണെന്ന് പറയാൻ കഴിയുമോ? അവർ പറയുന്നത് ഒരു KSEBയുടെ അനാസ്ഥയാണ്. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത രാഷ്ട്രീയം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് നേതൃത്വവും അങ്ങനെ തന്നെയാണ് പെരുമാറുക. രാഷ്ട്രീയം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവസരവാദപരമായ നിലപാടുകൾ അനുസ്യൂതം സ്വീകരിക്കുകയും തെറ്റായ വിഷയങ്ങളെ രാജ്യത്തുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങളെ, ഒരു അപകടമുണ്ടായി, അപകടത്തെ രാഷ്ട്രീയമായിട്ട് ആർക്കും കാണാൻ കഴിയും. അപകടത്തെ രാഷ്ട്രീയമായി കാണുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. സ്വന്തമായി രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണ് അങ്ങനെ പെരുമാറുക. അപകടമല്ലേ? ലോകത്തെ എല്ലായിടത്തും അപകടം ഉണ്ടാവില്ലേ? അപകടം ഉണ്ടായാലും അതിന് ഗവൺമെന്റാണ് ഉത്തരവാദി. അപകടം ഗവൺമെന്റ് ഉണ്ടാക്കുന്നതല്ല. അപകടം സംഭവിക്കുന്ന അപകടം എങ്ങനെ രാഷ്ട്രീയമാവുന്നത്? അപകടത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവർക്ക് സ്വന്തം രാഷ്ട്രീയ നിലപാടിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അപകടമാണ് അവർക്ക്. രാഷ്ട്രീയ നിലപാടിന്റെ പേരെ നിൽക്കണം. അത് പറയാതിരുന്നില്ലെങ്കിൽ അയാൾ ആര്യാടൻ ഷൗക്കത്താവില്ല. ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയൂ. ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരം സംസാരം. ആര്യാടൻ ഷൗക്കത്തായാലും അതിന്റെ മുകളിലുള്ള കോൺഗ്രസ് നേതാക്കളായാലും എല്ലാ കാലത്തും ഇത്തരം മോശമായ പെരുമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഈ കോൺഗ്രസിന് ഒരു ഇതുണ്ടായപ്പോൾ ജാഥയിട്ട് വരുമോ? ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഈ അപകടമുണ്ടായതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സംസാരം, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എളുപ്പവിദ്യയുടെ അന്വേഷണമാണ്. അതുകൊണ്ടൊന്നും ആര്യാടൻ ഷൗക്കത്തും ജയിക്കാൻ പോകുന്നില്ല, UDFും ജയിക്കാൻ പോകുന്നില്ല.